ഇതാണ് എൻ്റെ ഓസ്കാറിൻ്റെ ടാങ്ക്. ഇത് ലീക്ക് കാരണം വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഷീറ്റൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനാദ്യം പായലൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് മീനിനെ പിടിക്കണം. 8 ഓസ്കാറിനെ വാങ്ങിയിട്ട് ഇനി 2 ബാക്കിയുള്ളൂ. ഇത് പെയറാണ്. ഇത് ഒരു വട്ടം എൻ്റെ കയ്യിൽ ബ്രീഡായിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ ചത്ത്. ഇനി കുറച്ച് ഒരെണ്ണേ ബാക്കിയുള്ളൂ. അടുത്ത പ്രാവശ്യം ഇനി എഗ്ഗ് ചെയ്യുകയാണെങ്കിൽ മാറ്റി വെച്ച് വിരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓസ്കാറിൻ്റെ ഒരു പ്രത്യേകത നല്ല ഇണക്കമുള്ള മീനാണ്. നല്ല ആക്റ്റീവ് ആയിരിക്കും, കാണാനും രസമാണ്. അതിൻ്റെ നല്ല കളറ് കയറണമെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നിർബന്ധമായിട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് കളറ് കിട്ടുള്ളൂ. അല്ലാത്ത എന്ത് ഭക്ഷണം കൊടുത്താലും ഒരു കാര്യമില്ല. ചെമ്മീൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ഫുൾ റെഡായിരിക്കും. ഇത് ഞാൻ കടയിൽ നിന്ന് തൂക്കി വാങ്ങിയ ഷീറ്റാണ്. 2 മീറ്റർ ഉണ്ട്. 70 രൂപ ആകെയുള്ളൂ. 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ എന്തായാലും ലൈഫ് കിട്ടും. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം, സ്ട്രെസ്സ് കുറയും മീനുകളെ. അങ്ങനെ ടാങ്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിനെ തിരിച്ചിടുക. ഇതിന് എഗ്ഗ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാം. അതിലതിൻ്റെ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. ഓസ്കാറിനെ ആദ്യമായിട്ടാണ് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. ഇനി ഇതിനെപ്പറ്റി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എൻ്റെ അറിവിലുള്ളതൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനു വേണ്ടി നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടി.